മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയെ ഉണ്ണി തിരികെ കമലേശ്വരത്തിലേക്ക് തന്നെ വിളിച്ചിട്ട് വരുന്നുണ്ട്. കരുണയാണെങ്കിൽ കണ്ണനെ വേദനിപ്പിക്കുന്നത് പോലെ തന്നെയാണ് സംസാരിക്കുന്നത്. അതായത് ആ കുഞ്ഞ് ലോകം കാണില്ല എന്നും അഥവാ അത് ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് വല്ല അംഗവൈകല്യങ്ങൾ ഉണ്ടാകുമെന്നും കണ്ണേട്ടനെ ചതിച്ച അവൾക്ക് ദൈവം കൊടുത്തോളും, കണ്ണേട്ടൻ പേടിക്കാതിരിക്കും, ഞങ്ങൾ എല്ലാവരും ഉണ്ട്, ഇത് അനന്തവാട്ടിന്റെ കുഞ്ഞാവാൻ തന്നെയാണ് സാധ്യത എന്നൊക്കെ പറയുമ്പോൾ തന്നെ കണ്ണൻ പറയുന്നുണ്ട് ഇതുപോലെയുള്ള സംസാരം നിർത്തുന്നതായിരിക്കും കരുണ നല്ലത്, എനിക്കതൊന്നും കേൾക്കാൻ തന്നെ താല്പര്യമില്ലെന്ന്. എന്തായാലും കരുണയ്ക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടുകയാണ്. അവളാണെങ്കിൽ തിരികെ പോകുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി മോഹിനി വിളിക്കണം. എന്നിട്ട് മോളെ നിനക്കിപ്പോ കുഴപ്പമില്ലല്ലോ, എന്താ ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ കാരണം, അപ്പോ ഇനി കമലേശ്വര വീട്ടിലേക്ക് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അവിടെ പോയിട്ട് ഇനി സമാധാനത്തോടെ ഇരിക്കാമെന്ന് വിചാരിക്കണ്ട അമ്മേ, കാരണം സ്വന്തം മകളുടെ കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കാൻ നോക്കിയ സ്ത്രീയാണ് കണ്ണേട്ടന്റെ രണ്ടാനമ്മ. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല, ലേഖ ഇവിടെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ തയ്യാറായി തന്നെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നു. എന്തായാലും അവിടേക്ക് ലേഖ വരുന്നുണ്ട്. എന്നിട്ട് അവരാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുകയാണ്. പിന്നീട് മേഘനാഥനാവട്ടെ സ്വാതിയോട് പറയുന്നുണ്ട് ഇനി പുറമെ നിന്നൊരു മഹാലക്ഷ്മി വരരുത്, അതുകൊണ്ട് കണ്ണനെ നീ തന്നെ വിവാഹം കഴിക്കണം. സ്വാതിയും അതിന് സമ്മതം മൂളാണ്. അങ്ങനെ ഒട്ടും തന്നെ വൈകിക്കാതെ സ്വാതിയുമായിട്ട് കണ്ണന്റെ അടുത്തേക്ക് പോവുകയാണ്, അതായത് കമലേശ്വരം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് മേഘനാഥനാണെങ്കിൽ ആ പ്ലാനിങ് ഒക്കെ തന്നെ ദുർഗയോട് പറഞ്ഞു കൊടുക്കുന്നു. ദുർഗയും ഉണ്ണിയും കരുണയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതാണ് ഏറ്റവും നല്ലത്, പുറമെ നിന്നൊരു മഹാലക്ഷ്മി വരരുത്, കണ്ണട്ടിൽ നിന്ന് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ട് നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും, അതിനു മുന്നേ അയാളെ നമുക്ക് നമ്മുടെ വരുതിയിലേക്ക് കൊണ്ടുവരണം പണ്ടത്തെ പോലെ, അല്ലെങ്കിൽ നമുക്ക് ആർക്കും തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ ഉണ്ണി പറയുകയാണ്. എന്തായാലും സ്വാതി പറയുന്നുണ്ട് ഞാന് ഈ കാര്യം ഏറ്റു, കണ്ണേട്ടന്റെ സ്വത്തുക്കൾ പുറത്തേക്ക് പോവില്ല, ഇനി കണ്ണേട്ടനെ വിവാഹം ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കും, മഹാലക്ഷ്മിയായിട്ട് അല്ലെങ്കിൽ മറ്റൊരു മഹാലക്ഷ്മിയായിട്ട് കണ്ണേട്ടന്റെ മനസ്സ് ഞാൻ കീഴടക്കും എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ അവളുടെ പണി തുടങ്ങാൻ തന്നെ തീരുമാനിക്കുന്നു. അങ്ങനെ കണ്ണനാണെങ്കിൽ വെറുതെ ഇരുന്ന് ബോറടിക്കുമ്പോൾ അവന്റെ ഒരു വെഡ്ഡിങ്ങിന്റെ ആൽബം ഒക്കെ തന്നെ എടുത്തു നോക്കുന്നുണ്ട്. അതില് ചതിയന്മാരുടെ ആ ഒരു മുഖവും അതിലെ അവരുടെയൊക്കെ സന്തോഷമൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണൻ ചിന്തിക്കുകയാണ് എനിക്കും മഹിക്കും നല്ലൊരു ജീവിതം ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടല്ലേ അവരിങ്ങനെയൊക്കെ സന്തോഷിച്ചത്, പക്ഷെ ഒരു 9 മാസം കൂടി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് വരും, അതോടുകൂടി ഞങ്ങളുടെ ജീവിതം അവരാരും സ്വപ്നം കാണാത്തത് പോലും ആയിരിക്കും എന്നൊക്കെ പറയണം മനസ്സിൽ. എന്തായാലും ഈ സമയം വാതിൽ തുറന്ന് അവിടേക്ക് മേഘനാഥൻ വരുന്നുണ്ട്. കണ്ണ നിന്നെ ഒന്ന് കാണാനായിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ, കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു, അവൾ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നോട് പറഞ്ഞതാണ്, പണ്ട് അവൾ എന്നോട് മോശപ്പെട്ട രീതിയിൽ തന്നെയാണ് സംസാരിച്ചിരുന്നത്, പിന്നെ അറിയാമല്ലോ കല്യാണം കഴിഞ്ഞ സമയത്ത് അവളുടെ ബെഡ്റൂമിൽ നിന്നും, അതായത് നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്നും ആ കളനെ പിടികൂടിയതല്ലേ അവളുടെ കള്ളക്കാമുകനെ, അപ്പൊ തന്നെ നീ മനസ്സിലാക്കണമായിരുന്നു, അവളെ വിട്ട് കളയണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന് ചോദിക്കുന്നു. അങ്ങനെയല്ലടാ, നമുക്ക് പണ്ടത്തേതുപോലെ തന്നെ തോളോട് തോൾ ചേർന്ന് നിൽക്കാം, ഇനി നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാനുണ്ടാവൂടാ, പിന്നെ പണ്ടത്തെ മേഘനാഥനൊന്നുമല്ല, എനിക്ക് നിന്റെ സ്വത്തുക്കളൊന്നും തന്നെ വേണ്ട, പക്ഷെ നിന്റെ കൂടെ ഉണ്ടായാൽ മതി, നിന്റെ നേടായിട്ട് തന്നെ ഞാൻ ഉണ്ടാകുമെന്നൊക്കെ പറയണം. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയോ ചതിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്, ഇനി അടുത്ത ഉഴുതു പറിക്കലിൽ തയ്യാറായിട്ടാണ് എല്ലാവരും ചേർന്ന് വന്നിരിക്കുന്നതെന്നൊക്കെ. എന്തായാലും നമ്മുടെ മേഘനാഥനാണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട് അവളെ അങ്ങനെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ, അവളെ ഇല്ലാതാക്കണടാ, അവളെ തട്ടിക്കളയണം, അങ്ങനെ നിന്നെ ചതിച്ചിട്ട് അവള് ആ കുഞ്ഞിന് ജന്മം കൊടുക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അവൻ പറയുകയാണ് മഹാലക്ഷ്മിയെ കുറിച്ച് മിണ്ടിപ്പോവരുത്, പിന്നെ അയാളുടെ ഇഷ്ടം പോലെ ചെയ്തു, അതിന്റെ പേരിൽ അയാളെ ആരും നുള്ളി നോവിക്കാൻ പോലും പാടില്ല, ഞാൻ വിട്ടതാണെങ്കിൽ പിന്നെ എല്ലാവരും അതിന്റെ പുറകെ പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുന്നു. ശരി കണ്ണ, നീ പറയുന്നത് എന്തോ അതുപോലെ ചെയ്യാം, പക്ഷേ അവളെ ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വിളിക്കരുത്, പിന്നെ അവൾക്ക് എഴുതി കൊടുത്ത സ്വത്തുക്കളൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തിരികെ വാങ്ങുന്നതായിരിക്കും നല്ലതെന്നൊക്കെ പറയുമ്പോൾ അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ വേണ്ടതുപോലെ ചെയ്തോളാം, നിങ്ങളെ ആരെയും ഞാൻ ഇനി വിട്ട് കളയാൻ പോകുന്നില്ല എന്നൊക്കെ കണ്ണൻ പറയുന്നു. എങ്കിലേ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് മറ്റൊരാളെ നമുക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരണം, എന്തായാലും ഇത് നിനക്ക് പുറത്തുനിന്നുള്ള ഒരു മഹാലക്ഷ്മി വേണ്ടടാ, നമ്മുടെ കുടുംബത്തിനകത്തു നിന്നുള്ള മഹാലക്ഷ്മി തന്നെ മതി, നിനക്ക് കാര്യം വൈകാതെ തന്നെ മനസ്സിലാകുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ മേഘനാഥനാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് ഉണ്ണിയാണെങ്കിൽ ഓഫീസിൽ ചെന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് മഞ്ജുവിനോട് സംസാരിക്കുകയാണ്. എടി നമ്മുടെ കുടുംബം പണ്ടത്തേതുപോലെ തന്നെ ഒരുമിച്ചടി, ഇതേ നോക്ക് നിന്റെ മനസ്സിലിരിപ്പും എനിക്ക് നന്നായിട്ട് അറിയാം, ആ സാഗറിനെ വെച്ചിട്ട് നീ ഇരിക്കുന്നുണ്ടെങ്കിലും കൂടിയും നിനക്ക് ഈ കമ്പനിയിലേക്ക് കയറി പറ്റാൻ സാധിച്ചത്
നിന്റെ കുബുദ്ധി തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാലും നീ എന്റെ അനിയത്തിയല്ലേ, നിന്റെ ഉദ്ദേശം എനിക്കറിയാം. എന്തായാലും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ സ്വത്തുക്കളൊക്കെ തന്നെ പിടിച്ചടക്കാൻ പടി. ആ മഹാലക്ഷ്മി ഉണ്ടല്ലോ, അവർക്ക് കള്ള ഗർഭമുണ്ട്. അവരെ കണ്ണേട്ടൻ എന്നേക്കുമായിട്ട് ആട്ടിവിട്ടു. ഇനി കണ്ണേട്ടന്റെ ജീവിതത്തിൽ അവരുണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ അതൊക്കെ തന്നെ ആസ്വദിച്ചിരുന്ന് അങ്ങനെ കേൾക്കുകയാണ്. ഇനി നമ്മൾ വിചാരിക്കുന്നത് പോലെയും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആയിരിക്കും ഈ കാര്യങ്ങള്. അതുകൊണ്ടേ ഇനി നമുക്ക് ശത്രുതയൊന്നും വേണ്ട, ഒറ്റക്കെട്ടാവണം. പക്ഷെ ആ സാഗറിന്റെ കാര്യം മാത്രമേ ഒരു കരിനേരായിട്ടുള്ളൂ. അയാൾ ഇനി എത്രയും പെട്ടെന്ന് വിട്ട് കളയണം എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞോ ഉണ്ണിയേട്ടന്റെ. എന്തായാലും എല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നടക്കട്ടെ, ഞാനും കൂടെ ഉണ്ടാകുമെന്നൊക്കെ പറയുകയാണ്. എന്തായാലും മഞ്ജുവും തകർത്ത് അഭിനയിക്കാൻ തന്നെ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് കണ്ണനാവട്ടെ കമ്പനിയിലെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സ്വാതി എത്തുന്നത്. അങ്ങനെ കണ്ണൻ നോക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ജ്യൂസൊക്കെ ആയിട്ടാണ് വരുന്നത്. അവളുടെ മട്ടും ഭാവമൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണന് കാര്യം പിടികിട്ടുന്നുണ്ട്. പുതിയ എന്തൊക്കെയോ തന്ത്രങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നതെന്ന്. കണ്ണേട്ടാ, ഈ ജ്യൂസ് കുടിച്ചിട്ട് മതി ഇനി ബാക്കിയുള്ള ജോലി. ഇതിനോട് ഇപ്പൊ ഞാൻ ജ്യൂസ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞില്ലല്ലോ. അതെ, ഇനി കണ്ണേട്ടന്റെ എല്ലാ കാര്യങ്ങളും നോക്കി കൊണ്ടും ചെയ്യേണ്ടത് ഞാനല്ലേ. അപ്പൊ പിന്നെ ഞാൻ ജ്യൂസ് കൊണ്ടുവന്നതിൽ എന്താ തെറ്റും? നീയോ, നീ എന്തിനാ എന്റെ കാര്യങ്ങൾ നോക്കുന്നത്? അത് കണ്ണേട്ടനെ മനസ്സിലായിക്കോളും. ഇനി കണ്ണേട്ടന്റെ ജീവിതത്തിൽ മഹാലക്ഷ്മി ഇല്ല, അവളെ കുറിച്ച് ചിന്തിക്കുക പോലും അരുത്. പക്ഷേ ഞാനുണ്ട്. ഞാൻ എന്തായാലും ഇനി കണ്ണേട്ടനെ പരിചരിച്ച് ഇനിയുള്ള കാലം കണ്ണേട്ടന്റെ കൂടെ ജീവിക്കാമെന്ന് തീരുമാനിച്ചു എന്നുള്ള കാര്യം തുറന്നടിച്ച് സ്വാതി അങ്ങോട്ട് പറയണം. അങ്ങനെ കണ്ണൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ഓ, അപ്പൊ അവിടം വരെ എത്തി കാര്യങ്ങളൊക്കെ. വെറുതെ അല്ല മേഘനാഥൻ കുറച്ചു നേരത്തെ വന്ന് പറഞ്ഞിട്ട് പോയത്. അവന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തന്ന് സ്വത്തുക്കളൊക്കെ തന്നെ തട്ടിയെടുക്കാനുള്ള കുബുദ്ധിയാണ് ഈ ശത്രുക്കൾക്ക് എന്നുള്ള കാര്യം കണ്ണൻ മനസ്സിലാക്കി എടുക്കുന്നുണ്ട്. എന്തായാലും ഈ രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി വിളിച്ച് പറയുന്നുണ്ട്. അവരാണെങ്കിൽ അവരെല്ലാവരും, അതായത് ലേഖയും അനന്തവും മഹാലക്ഷ്മിയും ഒക്കെ തന്നെ ഇതൊക്കെ കേട്ട് ചിരി. പക്ഷെ മഹി പറയുകയാണ്, സൂക്ഷിക്കണം, ശത്രുക്കൾ എല്ലാവരും ഒരുമിച്ചാണ് വന്നിരിക്കുന്നത്, കണ്ണേട്ടൻ ഒറ്റയ്ക്ക് മാത്രമേ അവിടെയുള്ളൂ, എനിക്കെന്തോ പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നീ സേഫ് ആയിട്ട് അവിടെ ഇരുന്നാൽ മതി, ഇവരെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ. എന്തായാലും അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.